അത്രമേൽ ക്രൂരമായാണ് ഒരു ചെറുപ്പക്കാരനെ താങ്കളുടെ മകനെ കേരള പോലീസ് കൈകാര്യം ചെയ്യുന്നത്. പൊതിരെ തല്ലുന്നു, ഹെൽമറ്റിന് അടിക്കുന്നു, ശേഷം ജീപ്പിലേക്ക് തള്ളുന്നു, കയ്യിലെ ഫോൺ തറയിൽ എറിഞ്ഞ് ഉടയ്ക്കുന്നു. എന്തു വലിയ കുറ്റകൃത്യം ചെയ്തിട്ടാണ് രാജീവിന്റെ മകൻ ഈ കൊടിയ പീഡനത്തിന് ഇരയാകേണ്ടത്? സാർ, ഇത് 2025 മാർച്ച് മാസം 20-ാം തീയതി നടന്ന സംഭവമാണ് സാർ. എന്റെ മകൻ ഏറ്റുമാനൂർ സ്റ്റാൻഡിൽ നിന്ന് ഓൾഡ് MC റോഡിൽ കൂടി എന്റെ വീട്ടിലേക്ക് വരുന്ന വഴി പൊന്മാങ്കൽ എന്ന ബസ്, അത് ശരിക്കും അവിടെ ബസ് റൂട്ട് അനുവദിച്ചിട്ടില്ലാത്ത റൂട്ടാണ്. ഈ ബസ് വളരെ വേഗത്തിൽ വന്ന് എന്റെ മകനെ ഇടിച്ച് വീഴ്ത്തേണ്ട ഒരു അവസ്ഥ വന്നു. മോൻ ബൈക്ക് വെട്ടിച്ച് മാറ്റിയതിനാണ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. ഇത് സ്റ്റാൻഡിലെത്തി ബസ് നിന്നപ്പോൾ എന്റെ മകൻ അവിടെ ചെന്ന് ഈ ഡ്രൈവറോട് ഈ കാര്യം ചോദിച്ചു എന്ന് ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ സമയത്ത് ഒരു 4 മിനിറ്റിനുള്ളിൽ ഈ CIയും 4 പോലീസുകാരും, അതായത് SHO അൻസില്, CPOമാരായ അനീഷ്, രഞ്ജിത്ത്, സൈഫുദ്ദീൻ, ഡെന്നി P ജോയ്, SHOയും ഡ്രൈവറും മാത്രമേ യൂണിഫോമിലുള്ളായിരുന്നുള്ളൂ. മറ്റൊരു 3 പേരും മഫ്റ്റിയിലായിരുന്നു. വന്നൊരു ചോദ്യം പോലും ചോദിക്കാതെ നേരെ അവനെ അവിടെ അടിച്ചു. അതുപോലെ മോന്റെ ഹെൽമറ്റ് വരെ മേടിച്ച് മോനെ അടിച്ചു ഈ അനീഷ് എന്ന് പറഞ്ഞ പോലീസുകാരൻ. എന്നിട്ട് പോലീസ് ജീപ്പിന്റെ ഏറ്റവും ബാക്കിലാണ് അവനെ പിടിച്ച് ഇരുത്തിയത്. ഇത് കഴിഞ്ഞിട്ട് അവന്റെ ബൈക്ക് നിലത്തിട്ട് ചവിട്ടി നശിപ്പിക്കുന്നു. അതുകൂടാതെ ആ സമയത്ത് എൻ്റെ കോള് മോന് ചെല്ലുവാണ്. ചെന്ന സമയത്ത് മോൻ ഈ CIയോട് ചോദിക്കുന്നുണ്ട്, സാറേ പപ്പ വിളിക്കുന്നുണ്ടെന്ന്, ഫോൺ എടുത്തോട്ടെ എന്ന് ചോദിച്ചത്. വേറെ ഒന്നുമല്ല ചോദിച്ചത്. അതിനാണ് ആ CI ദേഷ്യപ്പെട്ട് പുറകെ കൂടി വന്നിട്ട് മോന്റെ കയ്യിൽ നിന്ന് ആ ഫോൺ ബലമായി പിടിച്ചു മേടിച്ച് ആ നിലത്ത് എറിഞ്ഞു പൊട്ടിക്കുന്നത് നമുക്ക് കാണാം. അതിനുശേഷമാണ് ഏറ്റവും കൂടുതൽ ദാരുണമായിട്ടുള്ളത്. അതായത് നേരെ ജീപ്പ് പോയത് പോലീസ് സ്റ്റേഷനിലേക്കല്ല, പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള ഒരു മീഡിയേഷൻ സെന്റർ ഉണ്ട്, ജനമൈത്രി മീഡിയേഷൻ സെന്റർ എന്നാണ്. അത് ഒരു 10 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ, റോഡിന് അപ്പുറം ഇപ്പുറം. ഈ ജനമൈത്രി മീഡിയേഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ടാണ് അവിടെ ഇത്രയും ക്രൂരമായിട്ട് അവനെ മർദ്ദിച്ചത്. പിന്നെ ഈ പറഞ്ഞ അറസ്റ്റ് ചെയ്ത വിവരമൊന്നും എന്നെ നിയമപരമായിട്ട് അറിയിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞറിഞ്ഞ് ഞാനും വൈഫും കൂടി അവിടെ ചെല്ലുന്നു. അപ്പോൾ അവനെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയി. പുറത്തെ പാട് കണ്ട് ഞാനും വൈഫും ചേർന്ന് മോനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കലാക്കി. അപ്പോൾ പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അഭയോട് സ്റ്റേഷനിലേക്ക് വരാൻ പറയണമെന്ന്. ഞാൻ പറഞ്ഞു സാറേ അവന് വയ്യായിരിക്കുവാണ്, വരാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഈ ബൈക്കും ഫോണും എടുക്കാൻ ഉച്ചയ്ക്ക് ചെല്ലുമ്പോൾ ഈ 20ഓളം പോലീസുകാർ CI ഉൾപ്പെടെ എന്നെ വളഞ്ഞു വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഞാൻ അവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ ബഹളം ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ എന്നെ റിമാൻഡ് ചെയ്യാൻ പോയി. മകനെ വിളിച്ചു വരുത്തി മകൻ്റെ നിന്ന് പരാതിയില്ല എന്ന് അതായത് ഭീഷണിപ്പെടുത്തി എഴുതി മേടിച്ചു. എന്നിട്ട് എന്നോട് CI അവിടെ വെച്ച് പറഞ്ഞത്, നിങ്ങൾ കേസുമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ മകനെതിരെ ഞങ്ങൾ കാപ്പ ചുമത്തും, അതുപോലെ നിങ്ങളുടെ ജോലി കളയിക്കും. അങ്ങനെ പിരിഞ്ഞ് 23-ാം തീയതി ഈ ബസ് ഡ്രൈവറുടെ പരാതി എഴുതി വാങ്ങി മോനെതിരെ അടുത്ത കേസെടുത്തു. മകൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദ് ചെയ്യാനായിട്ട് കോട്ടയം RTOയ്ക്ക് CI കത്ത് കൊടുത്തു. ഇവർ പറഞ്ഞ പോലെ തന്നെ അന്ന് പറഞ്ഞ പോലെ തന്നെ CIയും കോട്ടയം DYSP KG അനീഷ്, അതുപോലെ തന്നെ കോട്ടയം SP ഷാഹുൽ ഹമീദ്, ഇവരെല്ലാം ഗൂഢാലോചന നടത്തി എൻ്റെ മകനെ കാപ്പ ചുമത്തുകയാണുണ്ടായത്.